സവർ ക്രീമും മഷ്റൂംസും ചിക്കനും ഒക്കെ ചേർത്തിട്ടാണ് ചിക്കൻ സ്ട്രോഗനോഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ചിക്കൻ സ്ട്രോഗനോഫ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ സ്ട്രോഗനോഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റോ തൈസ്, ബോൺലെസ് ആയിട്ടുള്ള മീറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. ഒരു 1/2 ടീസ്പൂൺ ശകലം കൂടുതലായിട്ട് ഉപ്പെടുത്തു, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പാപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ. പാപ്രിക്ക പൗഡറിന് പകരം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാം. ഗാർലിക് ചതച്ചത് 1 ടീസ്പൂൺ, ലൈം ജ്യൂസ് 1 ടീസ്പൂൺ, ഒലിവ് ഓയിലും 1 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ മാരിനേഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എരിവോ പുളിയോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 300 ഗ്രാം ചിക്കൻ സ്ട്രിപ്സ് ചേർക്കാം. അപ്പോൾ ഞാൻ കാണിക്കുന്ന അളവ് 2 പേർക്കൊക്കെ കഴിക്കാവുന്നൊരു പോർഷനാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം, ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. സ്ട്രോഗനോഫിന് എപ്പോഴും നമ്മൾ ഇതേപോലെ നീളത്തിലാണ് എടുക്കുക. ബീഫ് സ്ട്രോഗനോഫാണ് ഏറ്റവും പോപ്പുലർ. നമ്മളിന്നിപ്പോൾ ചിക്കൻ വെച്ച് ചെയ്യുന്നു. പിന്നീട് ഒരു സമയത്ത് നമുക്ക് ബീഫ് വെച്ച് ഞാൻ കാണിക്കാം. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ ടേൺ ചെയ്യാം. വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് വേവും. ഇപ്പോൾ 2 സൈഡും ബ്രൗണായി നമുക്ക് എടുക്കാം. ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബാച്ച് ചിക്കനുമായി എടുക്കാം. നമ്മളിവിടെ പാപ്രിക്ക പൗഡർ ഉപയോഗിച്ചു. പാപ്രിക്ക പൗഡർ നിർബന്ധമില്ല. ഞാൻ ചെറിയൊരു എരിവൊക്കെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കുറച്ച് പാപ്രിക്ക ചേർത്തത്. ഓക്കെ, ഇത് റെഡിയാണ്. നമ്മൾ അടുത്ത് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം സവർ ക്രീം ചെയ്യണം. സവർ ക്രീമിന് എടുത്തേക്കുന്ന ഒരു 1/2 കപ്പ് ക്രീമാണ്, ഫ്രഷ് ക്രീമാണ്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യുക. അതങ്ങ് തിക്കാവും. കണ്ടോ, ഇപ്പം തന്നെ തിക്കായി. മാറ്റി വെക്കാം. ഈ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ, കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം. ഒരു 5 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവോളയുടെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. മെഷർ ചെയ്ത് നോക്കിയാൽ ഒരു 1/2 കപ്പ് ഉണ്ടാവും. ഇതേപോലെ ഒത്തിരി അടുക്കി പിടിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ എപ്പോഴും കുറച്ച് വെള്ളമോ സ്റ്റോക്കോ എന്തെങ്കിലും ചേർത്താൽ മതി. നമ്മൾ ആ സെയിം പാൻ തന്നെ ഉപയോഗിക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ടാണ് അത് മാറ്റാതെ സെയിം പാൻ തന്നെ ഉപയോഗിച്ചത്. കണ്ടോ, എല്ലാം വിട്ടു വന്നു. അങ്ങനെ ഒഴിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ കയറ്റിട്ട് വേറെ ടേസ്റ്റ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഇച്ചിരി ഒരു വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി.
സ്ട്രോഗനോഫ് ഉണ്ടാക്കുമ്പം അണിയൻസും ഗാർലിക്കും ഒന്നും ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആ മീറ്റ് കുക്ക് ചെയ്ത സെയിം പാത്രം ആയതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് വന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അണിയൻസ് നല്ലതായിട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മഷ്റൂംസ് ചേർക്കാം. ബട്ടൺ മഷ്റൂംസ് ആണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്, 200 ഗ്രാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഈ ഒരു പ്രിപ്പറേഷന് നമുക്ക് മഷ്റൂംസ് ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ മഷ്റൂമിന് 4ആയിട്ടൊക്കെ കട്ട് ചെയ്താൽ മതിയാവും. 4 5 ഒക്കെ ആയിട്ട് കട്ട് ചെയ്താൽ മതിയാവും. മഷ്റൂംസ് കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മൈദ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. മൈദ ചേർക്കുന്നത് നമുക്ക് സോസിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ കൂടിയിട്ടാണ്. മൈദ ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് സ്റ്റോക്ക് ചേർക്കാം. 1 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ്. ഈ സോസിന് ഫ്ലേവർ കൊടുക്കാനായിട്ട് 1/2 ടീസ്പൂൺ മസ്റ്റർഡ് സോസ്, 1/4 ടീസ്പൂൺ Worcestershire sauce. അപ്പോൾ നമ്മൾ Worcestershire sauceഉം മസ്റ്റേർഡുമാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ Worcestershire sauce ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ അത് ഇടാതെ ബാക്കിയുള്ളത് മാത്രം വെച്ചിട്ട് ഇടാം. മസ്റ്റേർഡും ഇല്ലെങ്കിൽ അതും ഒമിറ്റ് ചെയ്യാം, നമുക്കുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാം. എന്നാലും ഈ ഒരു പ്രിപ്പറേഷൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനകത്തേക്ക് ക്രീം, സവർ ക്രീം. സവർ ക്രീം നമ്മൾ ഉണ്ടാക്കിയത് 1/2 കപ്പ് ക്രീമിലേക്ക് നാരങ്ങ നീര് ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പം നാരങ്ങയുടെ അളവ് എപ്പോഴും പുളി കൺസിഡർ ചെയ്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ പുളിയുടെ ഫ്ലേവർ എത്ര വേണോ അതിനനുസരിച്ചിട്ട് കഴിക്കാം. മാത്രമല്ല തിക്കായിക്കൊണ്ടിരിക്കും, നമ്മൾ നാരങ്ങ ചേർക്കുന്നതനുസരിച്ച് ക്രീം തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സോസ് റെഡിയാണ്. ഇതിനകത്തേക്ക് ഇനി ഫ്ലേവേഴ്സ് കൊടുക്കാനുണ്ട്. എന്തെങ്കിലും ഒരു ഹെർബ്സ് കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്നത് പാഴ്സ്ലിയാണ്. പാഴ്സ്ലി കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈഡ് ഹെർബ്സ്, തൈം കൊടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ചിക്കനെ നേരത്തെ ചേർക്കാൻ. ചിക്കൻ ഇനിയും ചേർക്കാം, അല്ലെങ്കിൽ ഓവർ കുക്കായി പോവും, ചിക്കൻ ഡ്രൈ ആയി പോവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ലാസ്റ്റ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് പാഴ്സ്ലി ചേർക്കാം. സ്ട്രോഗനോഫിൻ്റെ നമ്മുടെ സ്ട്രോഗനോഫ് റെഡിയാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഗാർലിക് റൈസോ അല്ലെങ്കിൽ ഹെർബ്ഡ് റൈസോ അല്ലെങ്കിൽ നൂഡിൽസ്, ബട്ടർ നൂഡിൽസോ അങ്ങനെയൊക്കെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ സ്ട്രോഗനോഫിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്. റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ. നമ്മൾ പാഴ്സ്ലിയൊക്കെ ചേർത്തിട്ടൊരു ഹെർബ്ഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. പ്ലെയിൻ റൈസിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം സ്ട്രോഗനോഫ്, അല്ലെങ്കിൽ വെറുതെ നൂഡിൽസിൽ ഇച്ചിരി ബട്ടർ കോട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ട്രോഗനോഫ് സെർവ് ചെയ്യാം. ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ബട്ടർ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഗാർലിക് കുക്കായി നല്ലൊരു മണം വരുമ്പോൾ, ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, നല്ലൊരു മണം വരുമ്പോൾ ഇതിനകത്തേക്ക് റൈസ് ചേർക്കാം. കുക്ക് ചെയ്ത റൈസാണ്, 1.5 കപ്പ് കുക്ക് ചെയ്ത റൈസ് ചേർക്കാം. വെറുതെ ഉപ്പ് മാത്രം ചേർത്ത് ബസ്മതി റൈസ് കുക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിലേക്ക് നന്നായിട്ട് ഹെർബ്സ്, ഇഷ്ടമുള്ള ഹെർബ്സ് കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന പാഴ്സ്ലിയാണ്. അപ്പോൾ ഇതിനധികം കുക്കിംഗ് ഇല്ല, എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് റെഡിയാണ്, ഓഫ് ചെയ്യാം. നമ്മുടെ റൈസും റെഡിയാണ്, സ്ട്രോഗനോഫും റെഡിയാണ്. സ്ട്രോഗനോഫിൽ ഞാൻ പെപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു നുള്ളു പെപ്പർ കൂടി ഇടാം. യൂഷ്വലി ഇച്ചിരി ബ്ലാൻഡാണ്, ഞാനിപ്പോൾ ഇച്ചിരി എരിവ് കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. റൈസ്
സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാം. റൈസിൻ്റെ പുറത്തേക്ക് സ്ട്രോഗനോഫ്. ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. ചിക്കൻ സ്ട്രോഗനോഫും നമ്മുടെ ഹെർബ് റൈസും റെഡിയാണ്. അപ്പം ഞാൻ ട്രഡീഷണലി ചിക്കൻ സ്ട്രോഗനോഫ് നല്ല ബ്ലാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വേർഷനിലാണ് ഞാൻ ഇച്ചിരി പാപ്രിക്കയൊക്കെ ഇട്ട് ഫ്ലേവർ ആക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഹെർബ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ കുക്ക് പാസ്തയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.